PT ആസ്പിറൻസിന്റെ ഇടയിലുള്ള കൺസേൺ ആണ് ടെക്നിക്കൽ ഗ്ലിച്ച് വന്നാൽ പരീക്ഷയിൽ എന്ത് ചെയ്യും. പലവർക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. മോസ്റ്റ് ഓഫ് ദ PT ടെസ്റ്റ് സെന്റേഴ്സും ജെന്യുവിൻ ആണ്. അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സ് വളരെയധികം കോപ്പറേറ്റീവ് ആണ്. സോ ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ച് വന്നാൽ അവർ തന്നെ ഇൻവോൾവ് ആയിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കും. എന്തൊക്കെയാണ് ടെക്നിക്കൽ ഗ്ലിച്ച്? മൈക്ക് നേരെ വർക്കാവാതാവുക, കമ്പ്യൂട്ടറിന്റെ പാർട്സ് വർക്കാവാതെ, കീബോർഡ് മൗസ് പോലത്തെ കാര്യങ്ങൾ, ഡിസ്പ്ലേ അടിച്ചു പോവുക, ഡിസ്പ്ലേയിൽ ഗ്ലിച്ച് വരിക, ബ്ലൂ സ്ക്രീൻ വരിക, ഡിസ്പ്ലേ വർക്കാവാതാവുക, നെക്സ്റ്റ് ബട്ടൺ ആക്ടിവേറ്റ് ആവാതിരിക്കുക. പിയേഴ്സിന്റെ സൈഡിൽ നിന്നോ ടെസ്റ്റ് സെന്ററിന്റെ സൈഡിൽ നിന്നോ ഉള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് പരീക്ഷ എഴുതാനതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഈ ഇൻവിജിലേറ്റേഴ്സിന് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം തരാനുള്ള റൈറ്റ് ഉണ്ട് ആൻഡ് അവർ തരും. ബട്ട് ജസ്റ്റ് ഇൻ കേസ് ഒരു വലിയ ടെക്നിക്കൽ എറർ വന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റിന് ഒരു ദിവസം പരീക്ഷയിൽ വലിയ ടെക്നിക്കൽ എറർ വന്നുകൊണ്ട് അവർക്ക് പരീക്ഷ അന്ന് എഴുതാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും കോടതി ചെന്ന് കേസ് ഫയൽ ചെയ്യാനല്ല, എക്സാം സെന്ററിൽ നിന്ന് തന്നെ പിയേഴ്സിനായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ടെസ്റ്റ് സെന്റർ നിങ്ങൾക്ക് ഒരു കേസ് ID തരും. ഈ കേസ് ID വെച്ചിട്ടാണ് നിങ്ങൾ ഇനി ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യേണ്ടത്. ഐഡിയയിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ പിയേഴ്സ് നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യും. ഒരു മെയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതെന്ന് അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കേസ് ID വെച്ച് നിങ്ങൾക്ക് ഒരു വൗച്ചർ തരും. ആൻഡ് ഈ വൗച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറൊരു ഓൾട്ടർനേറ്റ് ഡേ പരീക്ഷ ബുക്ക് ചെയ്യാം ഫ്രീ ഓഫ് കോസ്റ്റ്. ആൻഡ് ഇൻ കേസ് പിയേഴ്സിന്റെ മെയിലൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെടാം, അല്ല അവർക്ക് ഒഫീഷ്യൽ മെയിൽ ഇടാം. അവരെന്തായാലും കറക്റ്റായിട്ട് അത് ഡീൽ ചെയ്തോളും. ബട്ട് മേക്ക് ഷുവർ ഇങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടെങ്കിൽ കേസ് ID അല്ലാതെ നിങ്ങൾ ടെസ്റ്റ് സെന്റർ വിടരുത്. പിന്നെ അത് വിട്ട് കഴിഞ്ഞ് പിന്നെ തിരിച്ചു ക്ലെയിം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേഷൻ ആണ്, പാടാണ്. അങ്ങനത്തെ ടെക്നിക്കൽ ഗ്ലിച്ചസ് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പക്ഷെ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദിസ് ഈസ് യുവർ റൈറ്റ്. പിന്നെ ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു കാര്യം നടത്തിയാൽ മതി. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. ഫോളോ PT സിംപ്ലിഫൈഡ് മലയാളം ഫോർ മോർ PT റിലേറ്റഡ് കണ്ടന്റ്സ് ഇൻ മലയാളം.